ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കണ്ടാലോ. ഇവിടെ ഇതാ മുരിങ്ങയില ഒരു വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒട്ടും തന്നെ ഈ മുരിങ്ങയിലേമേ വെള്ളമൊന്നും ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. ഇനി പെട്ടെന്ന് മുരിങ്ങയുടെ ഇലയമേ വെള്ളമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മുരിങ്ങയുടെ ഇല കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിലെന്തെങ്കിലും അഴുക്കോ ക്രിമികളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോയിക്കോളൂ കേട്ടോ. ഇനി ഈ ടിപ്സ് ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ വെളിച്ചെണ്ണ ഓയിലൊക്കെ മേടിച്ച കവർ ചിലപ്പോൾ കളയാറില്ലേ. പിന്നെ ചെറുനാരങ്ങ മേടിക്കുമ്പോൾ ഇതുപോലെ ഈ എണ്ണയുടെ കവറിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചെറുനാരങ്ങ കേടാവില്ല കേട്ടോ. ഒരുപാട് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ. ഇനി അടുത്തതായി നമ്മൾ പുറത്ത് യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബ്രഷൊക്കെ കൊണ്ടുപോകാറില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രഷൊക്കെ അടിപൊളിയായി തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. വളരെ സിമ്പിളായി തന്നെ ഒരു കവറിൽ തന്നെ നമുക്ക് എല്ലാവരുടെ ബ്രഷും അതിൻ്റെ ഇടയിൽ പേസ്റ്റും കൂടിയും വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കവർ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഒട്ടും തന്നെ താഴത്ത് വീണാലും ഇത് പോവില്ല കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു 10 രൂപയുടെ ഇതുപോലെ വിമ്മ് സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാകുന്ന കുറേ ഐഡിയകളുണ്ട് കേട്ടോ. ഒരുപാട് കാശ് കൊടുത്ത് ഹാർപ്പിക്കൊക്കെ മേടിക്കുന്നതിനേക്കാളും നമുക്കിത് വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഇതാ പകുതി വിമ്മ് സോപ്പ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ വേസ്റ്റായ ചെറുനാരങ്ങയൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ എടുത്ത് ബാക്കി വന്ന തൊലിയൊക്കെ ഇതുപോലെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായി തന്നെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇവിടെ ഇതാ നന്നായി തന്നെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടിയും കൂട്ടി ഇതുപോലെ അടപ്പത്തൊരു പാത്രത്തിലേക്ക് ഇത് ഫുള്ളായി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡിഷ് വാഷിന് നല്ലൊരു കളറുമായിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി അണുക്കളൊക്കെ പോകാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഇതാ ഇത് നന്നായി തന്നെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. നന്നായി തിളച്ച് പൊന്നുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കി ഇതൊന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ വിംബാർ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് ഒരു അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടിയും ചേർത്ത് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഈ ലിക്വിഡ് കൊണ്ട് നമുക്ക് കറ പിടിച്ച പാത്രങ്ങൾ, ചായപ്പൊടിയുടെ കറക്കെ പിടിച്ച പാത്രം ഉണ്ടാവുമല്ലോ, അതുപോലെ ഗ്ലാസുകൾ, ഈ കറക്കെ വന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായി തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേഴ്സൺ, സിങ്ക്, ക്ലോസറ്റ് ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് വൃത്തിയാക്കാവുന്നതാണ്. ഇവിടെ ഇതാ ഞാൻ കുറച്ചെടുത്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല പതയും നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ നമ്മുടെ ഈ ലിക്വിഡിനുള്ളത്. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് സിങ്ക് ഒന്ന് ക്ലീൻ ആക്കിയാലോ. ഇവിടെ ഇതാ ഒരു അഴുക്ക് പിടിച്ച സിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗത്ത് നമുക്കിത് ഒഴിച്ച് തേച്ച് കൊടുക്കാം. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ച ഭാഗത്ത് ക്ലീൻ ആക്കിയതും ക്ലീൻ ആക്കാത്ത ഭാഗം തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ടല്ലേ. നമ്മൾ ക്ലീൻ ആക്കുന്ന ഭാഗം നല്ല വെട്ടി തിളങ്ങുന്ന പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് വീട്ടിലുള്ള വാഷ് ബേഴ്സണും കഴുകിയെടുക്കാം.
നമ്മൾ ഹാർപ്പിക്കൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡൊമെക്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ബേസിനൊക്കെ കഴുകിയെടുക്കാറ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 10 രൂപയുടെ വിം സോപ്പ് ഉണ്ടെങ്കിൽ പകുതി മാത്രം മതി കേട്ടോ. ഇതുപോലെ വേസ്റ്റായ ചെറുനാരങ്ങയുടെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ക്ലോസറ്റൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ബാത്റൂം, ടൈല് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ കറൊക്കെ പോകും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേസ്റ്റായ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ പുറത്തൊന്നും കളയാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നല്ല അടിപൊളി ലിക്വിഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ കുക്കറിലൊക്കെ ഇതുപോലെ സ്ക്രൂ ലൂസായി അതിൻ്റെ പിടുത്തൊക്കെ ഇങ്ങനെ വിട്ടു പോകാറുണ്ട്. ചില ചൂടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ പേടിയാണല്ലേ, പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്നും തെറിച്ച് വിടാറുണ്ട്. ഇവിടെ നമ്മൾ ഗുളിക മേടിക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ കവർ ഉണ്ടാവുമല്ലോ, നമ്മൾ കളയുന്ന കവർ. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടുക്ക് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്ക്രൂവോട് കൂടി നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. വളരെയധികം കാലം ഒട്ടും തന്നെ നമ്മുടെ കുക്കർ ലൂസാവാതെ പിടുത്തൊക്കെ നല്ല അടിപൊളിയായി തന്നെ ഇരിക്കും കേട്ടോ. സിമ്പിളായി തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കത്തി വെച്ചോ അല്ലെങ്കിൽ കത്രിക വെച്ചോ ഇതുപോലെ സ്ക്രൂ ഒന്ന് നമുക്ക് മുറുക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ കാലം ഒട്ടും തന്നെ സ്ക്രൂ അഴിഞ്ഞു പോവാതെ ഇരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായി ഇതുപോലെ ഒരു പഴയ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, അപ്പോൾ അത് 3 ഭാഗം ഉള്ള ചിരട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ചന്ദനത്തിരി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് കത്തിച്ച് ഇതിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചന്ദനത്തിരി കത്തിച്ച് വെക്കാവുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇന്നത്തെ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.